ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കാം. ഇഫക്റ്റ് ഓഫ് ന്യൂ റേറ്റ് ഓഫ് ടാക്സ്. അതായത് പുതിയ ഒരു ടാക്സ് റേറ്റ് നിലവിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിത്ത് ഇഫക്റ്റ് ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2021-22. നിലവിൽ വന്നിരിക്കുന്നത് അസസ്മെൻറ്റ് ഇയർ 21-22 ഇത് വന്നിരിക്കുന്നത്. അനദർ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 115 BAC. അതായത് 115 BACയുടെ അണ്ടറിലാണ് പുതിയ ഒരു ന്യൂ റേറ്റ് ഓഫ് ടാക്സ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെല്ലാം, അതായത് നമ്മൾ നിലവിൽ എന്താണോ റേറ്റുകൾ നമ്മൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ കുറവായിട്ടാണ് ഈ ഒരു പുതിയ റേറ്റിൽ വന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റേറ്റുകളേക്കാൾ കുറവായിട്ടാണ് പുതിയ സിസ്റ്റം വന്നിരിക്കുന്നത്. ആൻ ഇൻഡിവിജ്വൽ ഓർ എച്ച്യൂഫ് ക്യാൻ ഓപ്റ്റ് ഫോർ ദ ന്യൂ ടാക്സ് സ്ട്രക്ചർ വിത്ത് ഇഫക്റ്റ് ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2021-22. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ഇയർ മുതൽ ഒരു ഇൻഡിവിജ്വലിനോ എച്ച്യൂഎഫിനോ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റേറ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ആ എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഒന്നും അവർക്ക് ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ലഭ്യമാകുന്നതല്ല. അതായത് ഒരു അസസിക്ക് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാം, ഈ ഒരു പുതിയ ടാക്സ് റേറ്റ് ഫോളോ ചെയ്യാം 21-22 മുതൽ. പക്ഷെ അങ്ങനെ അവർ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ സിസ്റ്റത്തിൽ കുറേ ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ കുറേ എക്സംഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിലത്തെ ചില കാര്യങ്ങളൊന്നും അവർക്ക് അവൈലബിൾ ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ കിട്ടാത്ത കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഡിഡക്ഷൻ ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. ഗ്രോസ് സാലറി കണ്ടിട്ട് 3 ഡിഡക്ഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എംപ്ലോയ്മെൻറ്റ് ടാക്സും അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ അവർക്ക് ഡിഡക്ഷനായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വിത്ത് ഇഫക്റ്റ് ഫ്രം ഈ ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഇതെന്താണ്, ഡിഡക്റ്റബിൾ ആണ്. ഈ ഒരു അസസ്മെൻറ്റ് ഇയർ മുതൽ അത് ഡിഡക്ഷനായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവർക്ക് എന്തുണ്ടായിരുന്നില്ല, ആദ്യം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊന്നും അർഹത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം മുതൽ വീണ്ടും ഡിഡക്റ്റബിൾ ആയിട്ടുണ്ട്. ഹൗസ് റെൻ്റ് അലവൻസ് നമുക്കറിയാലോ എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുള്ള അർഹത അവർക്ക് ഉണ്ടാവില്ല ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ. അതുപോലെ LTC ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എക്സംഷൻ കിട്ടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പ്രൊഫഷണൽ ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നു, അതും ഇല്ല ഈ ഒരു സിസ്റ്റം പ്രകാരം. അതേപോലെ തന്നെ അലവൻസുകൾ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ട്രാവലിംഗ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇതിനൊന്നും നമ്മൾ അർഹരാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, അലവൻസസ് എക്സംപ്റ്റ് എന്ന അതേ സമയം തന്നെ ചില അലവൻസുകൾ എക്സംഷൻ ഉണ്ട്. അതായത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ്, അണ്ടർഗ്രൗണ്ട് അലവൻസ്, അതിനൊക്കെ കുറച്ച് എക്സംഷൻസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു സിസ്റ്റം പ്രകാരം വരുന്ന എക്സംഷൻ കേസുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയിക്ക് അവർ ട്രാവൽ അല്ലെങ്കിൽ ടൂർ അല്ലെങ്കിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. രണ്ടാമത്തത് അലവൻസ് ടു മീറ്റ് ദ ഓർഡിനറി ഡെയിലി ചാർജസ് ഇൻകേർഡ് ബൈ ദ എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് ആബ്സെൻസ് ഫ്രം ഹിസ് നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടി. അതായത് നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടിയിലല്ലെങ്കിൽ അവർക്ക് വരുന്ന ആ ഡെയിലി ചാർജസുകൾ എന്താണോ വരുന്നത് ആ ഒരു അലവൻസ് എക്സംപ്റ്റഡ് ആണ്. കൺവേയൻസ് അലവൻസ്, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കൺവേയൻസ് അലവൻസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സംഷൻ കിട്ടും. പക്ഷെ ആക്ച്വലി എന്താണോ ആ ഒരു എംപ്ലോയി സ്പെൻഡ് ചെയ്തത് ആ എമൗണ്ടിന് മാത്രമായിരിക്കും എക്സംഷൻ കിട്ടുന്നത്, ഈ ഒരു ആക്ട് പ്രകാരം വരുന്നത്. ട്രാൻസ്പോർട്ട് അലവൻസുകൾ നമുക്ക് 3200 രൂപ വരേക്ക് നമുക്ക് എക്സംഷൻ ഉണ്ട്. പക്ഷെ ആ എംപ്ലോയി എന്ന് പറയുന്ന ആരായിരിക്കണം, അവർ കണ്ണ് കാണാൻ പറ്റാത്ത ആളുകളോ ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാരോ മിണ്ടാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡോ ആയ ഒരു എംപ്ലോയിക്ക് മാത്രമാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം 3200 രൂപ വെച്ചൊരു മാസത്തേക്ക് എക്സംഷന് അർഹത ഉള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ 2021-22 ഈ ഒരു പുതിയ ടാക്സ് റേറ്റ് നിലവിൽ വന്നത്. അത് ആർക്ക് വേണമെങ്കിലും ഇൻഡിവിജ്വലിനും HUFനൊക്കെ അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം എക്സംഷൻ കിട്ടിയിരുന്നു, അതൊന്നും ഇവർക്ക് ഇളവ് ലഭിക്കുന്നതല്ല. രണ്ടാമത്തെ കേസിലെന്ന് പറയുമ്പോൾ
കുറച്ച് അലവൻസുകളാണ്. അത് ആസ് യൂഷ്വൽ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 എണ്ണം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എക്സംഷൻസ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2024-25 അസസ്മെൻറ്റ് ഇയർ വന്നപ്പോഴേക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വീണ്ടും ഡിഡക്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. മിസ്റ്റർ റോഷൻ ഈസ് ആൻ അക്കൗണ്ടൻറ്റ് ഇൻ ചെന്നൈ. അപ്പോൾ ചെന്നൈയിൽ അക്കൗണ്ടൻ്റ് ആണ്. ഹി ഹാസ് ദ ഫോളോയിങ് ഇൻകംസ് ഫ്രം ഹിസ് എംപ്ലോയർ. എന്തൊക്കെയാണ്? ബേസിക് പേ തന്നിട്ടുണ്ട് 20,000 രൂപ പെർ മന്ത് ആണ്. DA തന്നിട്ടുണ്ട്, HRA ഉണ്ട്. അതിൽ റെൻ്റ് ആക്ച്വലി കൊടുക്കുന്നത് 2,500 ആണ്, പക്ഷേ അലവൻസ് കിട്ടുന്നത് 2,000 ആണ്. പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്, ഒരു കുട്ടിക്ക് 200 രൂപ. കൺവെയൻസ് അലവൻസ് ഉണ്ട് 2,000 രൂപ. ആൻഡ് കൺവെയൻസിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്ത തുക എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. ഇനി ഹി പെയ്ഡ് ₹2,000 ആസ് എംപ്ലോയ്മെൻറ്റ് ടാക്സ്. എംപ്ലോയ്മെൻറ്റ് ടാക്സും കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം സാലറി അണ്ടർ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് അണ്ടർ സെക്ഷൻ 115 BAC. അപ്പം നമ്മളോട് ഗ്രോസ് സാലറി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ 2 മെത്തേഡിലും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ളതും പിന്നെ ഈ ഒരു പുതിയ സിസ്റ്റം 115 BAC പ്രകാരം ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് ഐറ്റം ബേസിക് പേ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കോളം കൊടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയും അതേപോലെ തന്നെ 115 BACയിൽ വരുമ്പോൾ ഏതൊക്കെ എടുക്കില്ല അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഐറ്റം ബേസിക് പേ തന്നെയാണ്. 20,000 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ 20,000 × 12 അത് 2 കേസിലും എടുക്കും. രണ്ടാമത്തെ കേസ് DA ആണ്. DA 3,000 ആണ്. 3,000 × 12 36,000 2 കേസിലും അപ്ലിക്കബിൾ ആണ്. HRA അടുത്ത നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് HRA ആണ്. HRA എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി റെൻറ്റ് കൊടുക്കുന്നത് 2,500 കിട്ടുന്നത് ഒരു മാസം 2,000 ആണെന്ന് പറഞ്ഞിട്ട് സെയിം നമ്മുടെ ആ ക്രൈറ്റീരിയ ഇവിടെ യൂസ് ചെയ്യുക. ക്രൈറ്റീരിയ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ പറയാം ആക്ച്വലി റെൻറ്റ് റിസീവ്ഡ് ആണ്. എത്രയാണ് റെൻറ്റ് റിസീവ് ചെയ്യുന്നത്? അതായത് 2,000 രൂപയാണ് റിസീവ് ചെയ്യുന്ന റെൻറ്റ്. 2,000 × 12 24,000. ഇതാണ് റെൻറ്റിന് വേണ്ടി നമുക്ക് കിട്ടുന്ന അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2,000 × 12 24,000 എഴുതി. രണ്ടാമത്തത് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ റെൻറ്റ് പെയ്ഡ് എക്സസ് ഓഫ് 10% സാലറി എന്ന് പറയുന്നത്. 10% സാലറി എന്ന് പറയുമ്പോൾ 24,000 ആണ് വരിക. 2,40,000-ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 24,000. ആ 24,000-നേക്കാൾ എത്ര അധികം റെൻറ്റ് കൊടുക്കുന്നുണ്ട്? കാരണം 2,500 ആണ് ഒരു മാസം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2,500 × 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 30,000 രൂപ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ 10% സാലറിനേക്കാൾ എത്ര അധികം ഉണ്ടോ അത് ടാക്സബിൾ ആണെന്നാണ് പറഞ്ഞത്. 10% സാലറി എന്ന് പറയുമ്പോൾ 24,000 ആണ്. ആ 24,000-നേക്കാൾ എത്ര അധികം നമ്മൾ കൊടുക്കുന്നുണ്ട്? 6,000 അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 6,000 ആണ് നമുക്ക് എന്നുള്ളത് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 24,000-ൽ നിന്ന് 6,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 18,000 ആണ് വരിക. പക്ഷേ ഈ ഒരു 115 BACയിലേക്ക് വരുമ്പം നമുക്ക് ഈ ഒരു ഇളവിന് അർഹത ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിവിടെ HRA എത്രയേ കാണിക്കാൻ പറ്റുള്ളൂ? അതിൽ 24,000 മാത്രമാണ് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായോ? പഴയ സിസ്റ്റത്തിൽ നമ്മൾ ഇതെല്ലാം നമുക്ക് എക്സംഷൻ കിട്ടിയിരുന്നു. ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് HRA അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് HRA ഇവർക്ക് 24,000 തന്നെ കാണിക്കണം. അടുത്തായിട്ടാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ അലവൻസിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് അതായത് 200 രൂപയാണ് ഒരു മാസം. അപ്പോൾ 200 × 12 ഇവിടെ നമുക്ക് 2,400 തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസിൽ നമുക്ക് എക്സംഷൻ ഉണ്ട് അല്ലേ? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം 2 കുട്ടികൾ വരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ കൊടുക്കാം. 100 രൂപയാണ് ഒരു കുട്ടിക്കുള്ള ഇളവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആകെ ഒരു കുട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാരണം 100 × 12 എത്രയാണ്? 1,200. ഒരു കുട്ടിയുള്ളതുകൊണ്ട് 100 രൂപ. 2 കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ 200 × 12 ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ 2,400-ന്ന് 1,200 കുറച്ച് ബാലൻസ് 1,200 ആണ് നമുക്ക് നിലവിലുള്ള സിസ്റ്റം പ്രകാരം കിട്ടേണ്ടിയിരുന്ന എക്സംഷൻ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള അലവൻസുകളൊന്നും പുതിയ സിസ്റ്റത്തിൽ അനുവദിക്കാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് എക്സംഷൻ ഇല്ല. പകരം ആ 2,400 തന്നെ ഇവിടെ എന്ത് വേണം? കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് കൺവേയൻസ് അലവൻസ്. കൺവേയൻസ് അലവൻസ്
2000 രൂപയാണ് ഒരു മാസം കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 2000 ഇൻറ്റു 12 നമുക്ക് കിട്ടുന്നത്. അതിൽ എക്സെംഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണോ സ്പെൻഡ് ചെയ്തത് അതായിരിക്കും എക്സെംഷൻ കിട്ടുക. അപ്പോൾ ആക്ച്വലി സ്പെൻഡ് ചെയ്തത് എത്ര? 20,000 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 24,000-ൽ നിന്ന് 20,000 കുറച്ച് ബാലൻസ് 4,000 ആണ് പഴയ സിസ്റ്റം പ്രകാരം നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും കൺവെയൻസ് അലവൻസിൻ്റെ പ്രത്യേകത എന്താണോ ആക്ച്വലി സ്പെൻഡ് ചെയ്തത് അത് കിട്ടാനുള്ള അർഹത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത്. അപ്പോൾ കൺവെയൻസ് അലവൻസ്, അപ്പോൾ അതിൻ്റെ തിയറി പറയുമ്പം ഏതിനൊക്കെയാണ് നമ്മൾ എക്സംഷൻ കൊടുക്കുന്നത്, ഏതൊക്കെ നമ്മൾ പുതിയ സിസ്റ്റം അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാതെ വരും എന്നുള്ള കാര്യങ്ങൾ വേർതിരിച്ചൊന്ന് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം 2,99,200 വരും. അതേസമയം അണ്ടർ സെക്ഷൻ 115 പ്രകാരമാണെങ്കിൽ നമുക്ക് 3,06,400 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ എന്താ ചെയ്യുന്നത്? അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആദ്യം കുറയ്ക്കുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നമ്മൾ 2 കേസിലും കുറച്ചു. ശരിക്കും ആദ്യത്തെ വർഷം നമ്മുടെ ഈ ഒരു അസസ്മെൻറ്റ് ഇയർ മുതലാണ് നമുക്കിത് വീണ്ടും ഡിഡക്റ്റ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് കിട്ടിയിരിക്കുന്നത്. പുതിയ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും എന്തായിരുന്നു ആ റൂള് പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവിടെ ഇല്ല എന്നായിരുന്നു. പക്ഷേ ഈ ഒരു അസസ്മെൻറ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കേസിലും സാധാരണ പോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ 50,000 ലെസ് ചെയ്തു. പിന്നെ വരുന്ന അടുത്തായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. അതിവിടെ ഇല്ല. പിന്നെ ഗവൺമെൻറ് എംപ്ലോയിയും അല്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് 2,000 രൂപയാണ്. അപ്പോൾ ആ 2,000 ആണ് അവിടെ എക്സംഷൻ കിട്ടുന്നത്. അപ്പോൾ എക്സംഷൻ കിട്ടുന്നത് 2,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 52,000 രൂപയാണ് ഇതിന്ന് ലെസ് ചെയ്ത് വരുന്നത്. അതേസമയം ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു എക്സംഷൻ ഇല്ല. എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതവിടെ കാണിക്കേണ്ട, അവർക്ക് എക്സംഷൻ കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 സിസ്റ്റം പ്രകാരം വരുന്ന ഡിഫറൻസ്. അപ്പോൾ അത് ലെസ് ചെയ്ത് വരുമ്പം ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം 2,47,200 നമ്മൾ 115 അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 2,56,400 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ HRAയുടെ ആ 3 ക്രൈറ്റീരിയയാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി റിസീവ്ഡും, രണ്ടാമത്തെ എക്സസ് ഓഫ് ഇത് 10% സാലറിയേക്കാൾ എത്ര കൊടുക്കേണ്ടത് എന്നുള്ളത് 6,000. പിന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയ ഇവർ ചെന്നൈ ആണ് താമസിക്കുന്നത്, അതുകൊണ്ട് 50% സാലറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന എമൗണ്ട് ഒന്ന് 24,000 ആണ്, ഒന്ന് 6,000 ആണ്. പിന്നെ അതിൻ്റെ 50% ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും ലീസ്റ്റ് ആണ് 6,000. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 6,000 എക്സംഷൻ കിട്ടാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തിരുന്ന കാര്യവും അണ്ടർ 115 വരുമ്പം ഏതിനൊക്കെയാണ് എക്സംഷൻ കിട്ടിയിട്ടില്ല അറിയാനുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഡിഡക്ഷൻസ് ഫോർ HRAക്ക് ഡിഡക്ഷൻ ഇല്ല. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന് ഡിഡക്ഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇവിടെയൊക്കെ എന്താണ് ചിൽഡ്രൻ എഡ്യൂക്കേഷനിലൊക്കെ അതേ എമൗണ്ടിന് ഇവിടെ കാണിക്കേണ്ടി വന്നത്, ഡിഡക്ഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ വന്നത് അലവൻസ് എംപ്ലോയ്മെൻറ്റ് ടാക്സ്, ഇവിടെ നമുക്ക് എക്സംഷൻ കിട്ടി, പക്ഷെ ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഡിഡക്ഷൻ അലൗ ചെയ്യുന്നുണ്ട്. 2 സിസ്റ്റം പ്രകാരവും ഡിഡക്ഷൻ കിട്ടിയ റേറ്റാണ് ഇത് കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താണോ സ്പെൻഡ് ചെയ്തത് അത് മാത്രമാണ് ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. മിസ്റ്റർ മോഹൻ ഈസ് വർക്കിംഗ് ആസ് കെമിസ്റ്റ് ഇൻ എ ഫാക്ടറി ഇൻ മുംബൈ. ഹി റിസീവ്ഡ് ദ ഫോളോയിങ് എമോളിമെൻറ്റ്സ് ഡ്യൂറിങ് ദ ഇയർ. ബേസിക് സാലറി പറയുന്നുണ്ട്. DA എന്ന് പറയുന്നത് 30% ബേസിക് സാലറിയാണ്. പിന്നെ HRA ആക്ച്വലി പേ ചെയ്യുന്നത് 1,500ഉം നമുക്ക് അലവൻസ് കിട്ടുന്നത് 1,000 ആണ്. യൂണിഫോം അലവൻസ് ഉണ്ട്. കൺവെയൻസ് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് വരുന്നുണ്ട് 2 ആളുകൾക്കാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നുണ്ട്. കൂടാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അസ്യൂം ദാറ്റ് ഹി സ്പെൻഡ് ₹10,000 ഡ്യൂറിങ് ദ ഇയർ ഓഫ് കൺവെയൻസ് റിഗാർഡിങ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. ഒഫീഷ്യൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ട് കൺവെയൻസ് അലവൻസ് 10,000 രൂപ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം സാലറി അണ്ടർ ബോത്ത് മെത്തേഡ്സ്. ഓൾസോ അസ്യൂം ദാറ്റ് ഹി സ്പെൻഡ് ഫുൾ എമൗണ്ട് ഫോർ യൂണിഫോം മെയിൻ്റനൻസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 മെത്തേഡിലും
ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ യൂണിഫോം അലവൻസ് ഫുള്ളായിട്ട് അതിൻ്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് സാലറി, DA, HRA, യൂണിഫോം, കൺവെയൻസ്, എഡ്യൂക്കേഷൻ, ഹോസ്റ്റല്, ട്രാൻസ്പോർട്ട് അലവൻസുകൾ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് ഐറ്റം നമ്മുടെ ബേസിക് സാലറി തന്നെയാണ്, 12,000 ആണ്. 12,000 ഇൻറ്റു 12 ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ലെവൽ പ്രകാരം 144, നമ്മൾ അണ്ടർ 115 BSc എടുക്കുകയാണെങ്കിലും 144 തന്നെയാണ് വരുന്നത്. ഡിയർനെസ് ഇതിൻ്റെ 30% ആണെന്ന് പറയുന്നുണ്ട് ബേസിക് പേയിൻ്റെ. അപ്പോൾ ഇതിൻ്റെ 30% എടുക്കുക, 43,200. അത് രണ്ട് കേസിലും സെയിം തന്നെയാണ്. അടുത്ത കേസ് HRA ആണ്. HRA ആക്ച്വലി റിസീവ് ചെയ്യുന്നത് 1000 രൂപയാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 1500 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ നോക്കുക, എന്താണ് ആക്ച്വലി റിസീവ്ഡ് ആണ്, 1000 ഇൻറ്റു 12 12,000. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എക്സസ് ഓഫ് 10% സാലറിയേക്കാൾ എത്ര റെൻ്റ് അധികം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. 10% സാലറി എന്ന് പറയുന്നത് ഇവിടെ 14,400 വരും. കാരണം 1,44,000-ൻ്റെ 10% എന്ന് പറയുന്നത് 14,400 ആണ്. അപ്പോൾ ആക്ച്വലി റെൻറ്റ് കൊടുക്കുന്നത് എത്രയാണ്, 1500 ആണ്. അപ്പോൾ 1500 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 18,000 രൂപ നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിൽ തന്നെ 14,400. 14,400 പറഞ്ഞാൽ ഇതിൻ്റെ 10%. അപ്പോൾ അതിനേക്കാൾ എത്ര കൊടുക്കുന്നുണ്ട്, 3,600 കൊടുക്കുന്നത്. അപ്പോൾ 3,600 നമുക്ക് എക്സംഷൻ കിട്ടാനുള്ള അർഹത ഉണ്ട്. അപ്പോൾ അത് പ്രകാരം ഏതാണോ കുറവ്, ആദ്യത്തെ കേസിൽ 12,000 വരും, രണ്ടാമത്തെ 3,600 വരും. മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുമ്പം കൃത്യമായിട്ട് എവിടെയാണ്, മുംബൈയിലാണ് താമസിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ 50% സാലറി എടുക്കണം. എന്തായാലും ഇതിനേക്കാൾ അധികമായിരിക്കും. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്താണ്, 3,600 ആണ്. നമ്മൾ അതുകൊണ്ട് ഇതിന് എക്സംഷൻ എടുത്തു എക്സിസ്റ്റിംഗ് റേറ്റ് പ്രകാരം. പക്ഷേ ഏതിലില്ല, അണ്ടർ സെക്ഷൻ 115 HRA അലൗഡ് അല്ല, എക്സംഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഫുൾ HRA തന്നെ നമുക്ക് ടാക്സബിൾ ആയിട്ട് കാണിക്കണം. ഓക്കെ, അടുത്തത് യൂണിഫോം അലവൻസ് ആണ്. യൂണിഫോം അലവൻസ് നമുക്ക് 12,000 വരുന്നുണ്ട്. ആ യൂണിഫോം അലവൻസ് ഫുള്ളായിട്ട് എംപ്ലോയി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി സ്പെൻഡ് ചെയ്ത എമൗണ്ട് വരെ എക്സംഷൻ ആണ്. അപ്പോൾ 12,000 മൈനസ് 12,000 വരുമ്പോൾ അവിടെ 0 ആണ്. അതേസമയം യൂണിഫോം അലവൻസിനൊന്നും എക്സംഷൻ ഇല്ല ഈ ഒരു സിസ്റ്റം പ്രകാരം. അപ്പോൾ ഫുൾ 12,000 അവിടെ കാണിച്ചു. അടുത്തത് കൺവെയൻസ് അലവൻസ് ആണ്. അത് വന്നിരിക്കുന്നത് 18,000 ആണ് വരുന്നത്. 1,500 ഇൻറ്റു 12 ആണ്. അപ്പോൾ അത് 18,000 വന്നിട്ടുണ്ട്. അതിൽ ആക്ച്വലി സ്പെൻഡ് ചെയ്തിരിക്കുന്ന 10,000 ആണെന്ന് പറയുന്നുണ്ട് എംപ്ലോയി. അപ്പോൾ അതിൽ ആ എക്സംഷൻ വരേക്ക് നമുക്ക് എന്താണ്, അതിനുള്ള അർഹത ഉണ്ട്. എക്സംഷൻ കിട്ടാൻ രണ്ട് സ്കീം പ്രകാരം നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലം ചെയ്തപ്പം കൺവെയൻസ് അലവൻസ് 2 സ്കീം പ്രകാരവും നമുക്ക് എക്സംഷൻ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു അലവൻസ് ആണ്. അപ്പോൾ 18,000 നിന്ന് 10,000 സ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ലെസ് ചെയ്തപ്പം 8,000. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്തത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 3,000 ആണ്. ആ 3,000-ൽ ഇവിടെ ഒരു കുട്ടിയാണുള്ളത്. ഒരു കുട്ടിക്ക് 100 രൂപ എന്നുള്ള കണക്കാണ് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കാവുന്നത്. അപ്പോൾ 1,200 രൂപയാണ്. 1,200 രൂപയിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,800 ആണ് വരുന്നത്. ഇവിടെ എക്സംഷൻ ഉണ്ട്. അതേസമയം ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഇല്ല. അതുകൊണ്ട് ആ ഫുൾ എമൗണ്ട് ഇവിടെ ടാക്സബിൾ ആണ്. അടുത്തത് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണ്. അലവൻസ് 12,000 ആണ്. അതിൽ എക്സംഷൻ നമുക്ക് ഹോസ്റ്റൽ അലവൻസിന് ഒരു കുട്ടിക്ക് 300 രൂപയാണ്. അപ്പോൾ ഇവിടെയും ഒരു കുട്ടി തന്നെയാണ്. ഹോസ്റ്റൽ അലവൻസ് 2 കുട്ടികൾക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 300 ഇൻറ്റു 12 നമ്മൾ കണ്ടു, അത് ഇൻറ്റു 2 കുട്ടികൾക്ക്. അപ്പോൾ 7,200 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സംഷൻ നമുക്ക് ഫസ്റ്റ് കേസിൽ അവൈലബിൾ ആണ്. പക്ഷെ പുതിയ സിസ്റ്റം പ്രകാരം ഇങ്ങോട്ട് എക്സംഷൻ ഇല്ലാത്തതുകൊണ്ട് ഫുൾ എമൗണ്ട് തന്നെ അവിടെ നമ്മൾ ചാർജ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ട് അലവൻസ് ഫുള്ളായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കണം. 7,200 തന്നെയാണ് ആക്ച്വലി ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണോ വന്നിരിക്കുന്നത് ആ എമൗണ്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 600 ഇൻറ്റു 12 വെച്ചിട്ട് 600 ഇൻറ്റു 12 വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് 7,200.
അങ്ങനെ ഈ രണ്ട് സിസ്റ്റം പ്രകാരവും നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന എല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പോൾ 2,17,400 ആദ്യത്തെ സിസ്റ്റത്തിലും രണ്ടാമത്തെ സിസ്റ്റം പ്രകാരം 2,41. കാരണം ഇവിടെ നമുക്ക് ഒരു എക്സംഷൻസും ഇല്ല, ഡയറക്റ്റ് ടാക്സബിൾ ആണ്. 2,41,400 കിട്ടി. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. ആദ്യത്തെ കേസിൽ 50, രണ്ടാമത്തെയും 50,000. ഈ അസസ്മെന്റ് ഇയർ മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ ഇത് പുതിയ റേറ്റ് വന്ന മുതൽ ഇതിന് അർഹത ഇല്ല, ഡിഡക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അസസ്മെന്റ് ഇയർ മുതൽ ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് രണ്ടിലും നമുക്ക് ഇപ്പോൾ ഇവിടെയും 50,000 കാണിച്ചിട്ടുണ്ട്, ഇവിടെയും 50,000 കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിലും കുറയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ഐറ്റാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 1,67,400 ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് 1,91,400. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 115 BAC വരികയാണെങ്കിൽ നമുക്കറിയാം ദർ ഈസ് നോ ഡിഡക്ഷൻ ഫോർ HRAക്കോ യൂണിഫോം അലവൻസിനോ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഹോസ്റ്റൽ അലവൻസ് ഇതിന് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷൻസും നമുക്ക് അവൈലബിൾ അല്ല എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ കൺവെയൻസ് മാത്രം രണ്ട് മെത്തേഡിലും ആക്ച്വൽ എമൗണ്ട് എന്താണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് നമുക്ക് അവിടെ കിട്ടാനുള്ള എക്സംഷൻ കിട്ടാനുള്ള അർഹത ഉണ്ടായിരിക്കും. ദ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഫോർ കൺവെയൻസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ബോത്ത് ദ മെത്തേഡ്സ്. രണ്ട് മെത്തേഡിലും ആ ഒരു കൺവെയൻസ് നമുക്ക് ലെസ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ 18,000 ആണ്, ആക്ച്വലി സ്പെൻഡ് ചെയ്തത് 10,000 ആണ്, ഡിഫറൻസ് 8 ആണ്. ആ 8 തന്നെയാണ് രണ്ട് സൈഡിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പുതിയ ന്യൂ ടാക്സ് റേറ്റിനെ കുറിച്ച് പറയുന്ന തിയറി പോർഷൻസും അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വരുന്ന രണ്ട് പ്രോബ്ലംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇഷ്ടമാണെങ്കിൽ മാത്രം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്